അസ്സലാമു അലൈക്കും. ഫസൽ മരക്കാർ ഫാമിലി ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാനിന്ന് ഇവിടെ വായിക്കാൻ ഉദ്ദേശിക്കുന്നത് വിലാപം എന്ന എൻ്റെ ചെറുകഥാ സമാഹാരത്തിലെ ഒരു കഥയാണ്. വീണുടഞ്ഞ സ്വപ്നങ്ങൾ എന്നാണ് കഥയുടെ പേര്. എനിക്കിന്ന് ഉറക്കമില്ലാത്ത രാത്രിയാണ്. അങ്ങകലെ ഗോവയിൽ എൻ്റെ മകൻ വീരമൃത്യുവിനായി കാതോർത്തിരുന്ന ആ ദിവസം കഴിഞ്ഞിട്ട് ഇന്നേക്കൊരു വർഷം പൂർത്തിയാകുന്നു. കിരീടവും ചെങ്കോലുമില്ലാത്ത അനന്തതയിലേക്ക് അവൻ പോയിട്ട് ഒരാണ്ടാകുന്നു. മകനെ, നിന്റെ സുന്ദരമായ ആ മുഖം ഈ ഉമ്മയ്ക്കിനി കാണുവാൻ കഴിയില്ലല്ലോ. ഈരായി 14 ലോകവും ബഹുമാനിക്കുവാൻ പോകുന്ന മകനാണ് എൻ്റെ വയറ്റിൽ എന്ന് ഞാൻ സ്വപ്നം കാണാറുണ്ടായിരുന്നു. എൻ്റെ ആ സ്വപ്നം നീ നിറവേറ്റി, ഉമ്മ ഓർക്കുകയായിരുന്നു. തൻ്റെ മകൻ മുഹമ്മദ് എന്ന കുഞ്ഞാലി അവൻ പിച്ചവെച്ച് നടന്നതും അവൻ്റെ കുസൃതി ചിരിയുമെല്ലാം ഉമ്മയുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്നു. ഞങ്ങൾ മരക്കാർ തറവാടിന്റെ മുത്തായിരുന്നു അവൻ. കുഞ്ഞാലി ജനിച്ച ദിവസം സൂര്യൻ ഓലക്കുട ചൂടി തന്റെ രൗദ്രഭാവം മറക്കുവാൻ ശ്രമിച്ചിരുന്നു. അമ്മാവൻ പട്ടുമരക്കാർ തികഞ്ഞ സന്തോഷത്തോടെയാണ് ആ വാർത്ത ശ്രവിച്ചത്. തനിക്കൊരു അനന്തരവൻ ഉണ്ടായിരിക്കുന്നു. യാ അല്ലാ, നിനക്ക് തന്നെ സർവസ്തുതിയും. അദ്ദേഹം മൊയിഞ്ഞു. മുഹമ്മദ് അലി മരുമകനെ എടുത്ത് 3 വട്ടം ആ പേര് വിളിച്ചു. കൊച്ചു മുഹമ്മദ് അലി കണ്ണിമയ്ക്കാതെ പട്ടുമരക്കാരെ തന്നെ നോക്കി നിൽക്കുകയായിരുന്നു. അപ്പോൾ അവൻ പതുക്കെ വളർന്നു. പട്ടുമരക്കാർ ചാലിയം കോട്ട പിടിച്ചെടുക്കുകയും പറങ്കികളെ അവിടെ നിന്നും കെട്ടുകെട്ടിക്കുകയും ചെയ്തപ്പോൾ കൊച്ചുകുഞ്ഞാലി കൈകൊട്ടി ചിരിച്ചു. അന്നത്തെ ദിവസം പൂക്കളോടും നക്ഷത്രങ്ങളോടും തന്റെ മാമന്റെ വീരേതിഹാസം പാടിപ്പുകഴ്ത്തുകയായിരുന്നു അവൻ. കുഞ്ഞാലിയുടെ ശബ്ദം കോഴിക്കോട് ദേശം മുഴുവൻ ഒപ്പിയെടുത്തു. ജനങ്ങൾ ആഹ്ലാദചിത്തരായി. തങ്ങളുടെ പടനായകൻ പട്ടുമരക്കാരിതാ പോർച്ചുഗീസ് തെമ്മാടിക്കൂട്ടത്തെ തോൽപ്പിച്ചിരിക്കുന്നു. കോഴിക്കോട് രാജ്യം മുഴുവൻ ആഹ്ലാദത്തിമിർപ്പിലാണ്ടു. വർഷങ്ങൾ ഏറെ കഴിഞ്ഞു. ഇന്നാണ് ആ ദിവസം. പട്ടുമരക്കാരുടെ മരുമകൻ മുഹമ്മദ് മരക്കാർ പടത്തലവൻ സ്ഥാനം ഏറ്റെടുക്കുന്ന ദിവസം. സുബൈ നമസ്കാരാനന്തരം നീണ്ട പ്രാർത്ഥനയിലായിരുന്നു അവൻ. മരക്കാർ തറവാട് വലിയ ആഹ്ലാദത്തിലൊന്നുമല്ല അന്നുണ്ടായിരുന്നത്. കാരണം പട്ടുമരക്കാർക്ക് സുഖമില്ല. അദ്ദേഹം വീഴ്ചയിൽ പരിക്കുപറ്റി ചാരുകസേരയിൽ കിടക്കുകയാണ്. ശരീരം കൊണ്ട് വയ്യാതായിരിക്കുന്നു. മനസ്സ് നിൽക്കുന്നിടത്ത് ശരീരം നിൽക്കുന്നില്ല. കഴിഞ്ഞ 2-3 ദിവസമായി ബന്ധുക്കളും നാട്ടുകാരും ഉപദേശിക്കുന്നു, എല്ലാം മുഹമ്മദിന് കൈമാറുവാൻ. എല്ലാവരുടെ താല്പര്യവും അതാണെങ്കിൽ നടക്കട്ടെ എന്ന് പട്ടുമരക്കാരും കരുതി. മുഹമ്മദ് ധീരനാണ്. തന്റെ കൂടെ കുറച്ച് യുദ്ധങ്ങളിൽ അവനും പങ്കെടുത്തിരുന്നു. യുദ്ധത്തിലെ അവന്റെ ആക്രമണോത്സുകത അതൊന്ന് കാണേണ്ടത് തന്നെയാണ്. ചെറുവഞ്ചികളിൽ പോയി പെട്ടെന്ന് ആക്രമണം നടത്തി പോയി കളയുക എന്ന അമ്മാവന്റെ ആക്രമണ രീതി തന്നെയായിരുന്നു ഞാനും പിന്തുടർന്നത്. എന്നാൽ കുഞ്ഞാലിക്ക് അത് ഇഷ്ടമല്ല. അവന് അവന്റേതായ കുറേയേറെ സ്വപ്നങ്ങളുണ്ട്. കോട്ട വിപുലീകരിക്കണം, കോട്ടയ്ക്ക് ചുറ്റും പീരങ്കികൾ സ്ഥാപിക്കണം. അത് തന്നെയാണ് വേണ്ടതും. കാരണം പറങ്കികൾ 18 അടവും പാറ്റുന്നുണ്ട്. അവരെ വെല്ലുവാൻ പഴയ ആക്രമണ ശൈലികൾ പോരാ. ഇവിടത്തെ ചടങ്ങുകൾ കഴിഞ്ഞാൽ കുഞ്ഞാലി സാമൂതിരി തിരുവൻപാടിനെ കാണുവാൻ പോകണം. ജനങ്ങൾ എത്തിത്തുടങ്ങി. പട്ടുമരക്കാർ എല്ലാം നോക്കി നിന്നു. പള്ളിയിൽ നിന്നും വലിയ ഉസ്താദും സംഘവും എത്തി. നിലവിളക്ക് കത്തിച്ചു വെച്ചു. കുഞ്ഞാലി അകത്തു നിന്നും പുറത്തേക്കിറങ്ങി വന്നു. പടത്തലവന്റെ വേഷം ധരിച്ചിരിക്കുന്നു കുഞ്ഞാലി. പട്ടുമരക്കാർ മരുമകനെ ആവാദചൂടം നിരീക്ഷിച്ചു. കത്തിച്ചൊലിച്ചു നിൽക്കുന്ന സൗന്ദര്യമാണ് മരുമകന്റേത്. ഇപ്പോൾ അവനെ കാണുവാൻ ശരിക്കും ഒരു അറബിയെ പോലെ തന്നെയുണ്ട്. തങ്ങളുടെ അറബി പാരമ്പര്യം മൊത്തം കിട്ടിയിരിക്കുന്നു അവന്. ആ ധീരതയും പകുത്തു കിട്ടിയിരിക്കുന്നു കുഞ്ഞാലിക്ക്. ചടങ്ങുകൾ ആരംഭിക്കുകയായി. ഉസ്താദ് ഗണഗംഭീരമാർന്ന സ്വരത്തിൽ ഫാത്തിഹ ഓതി. പിന്നെ പ്രാർത്ഥനകൾ. ശേഷം പട്ടുമരക്കാരും കുഞ്ഞാലിയും പട്ടുമരക്കാരുടെ നേരെ കുഞ്ഞാലി നിന്നു. വിറക്കുന്ന കരങ്ങളോടെ പട്ടുമരക്കാർ കുഞ്ഞാലിക്ക് തന്റെ ഉടവാൾ കൈമാറി. അവിടെ കുഞ്ഞാലി മരക്കാർ 4-മൻ ഉദയം കൊള്ളുകയായിരുന്നു.
അതിന് പ്രപഞ്ചം സാക്ഷിയായി. വൃക്ഷലതാദികൾ തലകുനിച്ച് കുഞ്ഞാലിക്ക് അഭിവാദ്യം അർപ്പിച്ചു. കുഞ്ഞാലി നേരെ പോയത് ഉമ്മയുടെ അടുത്തേക്കായിരുന്നു. കുളിച്ച് കാച്ചിയും തട്ടവും ധരിച്ച് സുന്ദരിയായി ഇരിക്കുന്നു ഉമ്മ. തന്റെ മകനെ അവർ സൂക്ഷിച്ചു നോക്കി. ഏതൊരു ഉമ്മയുടെയും അഭിമാന നിമിഷമാണിത്. ഉമ്മയ്ക്കും മകനും ഗദ്ഗതം കൊണ്ട് ഒന്നും പറയുവാൻ കഴിയുന്നില്ല. കുഞ്ഞാലി തന്റെ ജീവിതത്തിൽ ഏറ്റവും അധികം സ്നേഹിച്ചിരുന്നത് ഉമ്മയായിരുന്നു. ഉമ്മയെ മാറോടണച്ച് പിടിച്ചവൻ വിതുമ്പി. ഉമ്മ മകനെ തലയിൽ കൈവച്ച് അനുഗ്രഹിച്ചു. സാമൂതിരി രാജാവിന്റെ അടുത്തു നിന്നും അനുഗ്രഹവും വാങ്ങി മടങ്ങുമ്പോൾ ചിന്താമഗ്നനായിരുന്നു കുഞ്ഞാലി. സൈന്യത്തെ ഒന്നുകൂടി കരുത്തനാക്കണം. കുറച്ചുകൂടി നായർ പടയാളികളെ വിട്ടുതരാമെന്ന് ഇരിങ്ങൽ അധികാരി ഉറപ്പു നൽകിയിട്ടുണ്ട്. മരുന്നോളി കോവിലകത്ത് വരാണ് സൈനികരെ പരിശീലിപ്പിക്കുന്നത്. കളരി അഭ്യാസത്തിന്റെ പടിനട്ടളവും തന്റെ സൈനികർക്ക് പറഞ്ഞു കൊടുക്കണം. കോട്ട വിപുലീകരിക്കണം. ഇതൊക്കെയായിരുന്നു കുഞ്ഞാലിയെ ചിന്താമഗ്നനാക്കിയത്. രാജ്യത്തെ കട്ടുമുടിക്കാൻ വരുന്ന പറങ്കി പൈസകളെ എന്നേക്കുമായി ഇല്ലായ്മ ചെയ്യണം. കച്ചവടക്കാർക്കും മറ്റ് ദൂരയാത്രികർക്കും മനസ്സമാധാനത്തോടെ കടലിലൂടെ യാത്ര ചെയ്യുവാൻ കഴിയണം. അള്ളാഹു അനുഗ്രഹിച്ചാൽ എല്ലാം നടത്തും തീർച്ച. പുതിയ പീരങ്കികളും കൂടുതൽ സൈനികരും എത്തിച്ചേർന്നതോടെ മരക്കാർ തറവാട് ബഹളത്തിൽ മുങ്ങി. പീരങ്കി പരിശീലനത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവർ ഒരു ഭാഗത്ത്, വാൾബയറ്റിൽ ഏർപ്പെട്ടിരിക്കുന്നവർ വേറൊരു ഭാഗത്ത്. അങ്ങനെ ശബ്ദബാഹുല്യത്താൽ കോട്ടക്കൽ ദേശം വിറച്ചു. കുഞ്ഞാലിയുടെ ഉമ്മ മകന്റെ പുതിയ പരിഷ്കാരങ്ങൾ കണ്ട് രസിച്ചു. പറങ്കി കപ്പലുകളെ പീരങ്കിയുണ്ടകൾ തീഗോളങ്ങളാക്കി മാറ്റുന്നതും ആ ഉമ്മ കണ്ടു. ഉമ്മയുടെ മനം നിറഞ്ഞു. തറവാടിന്റെ അന്തസ്, ആഭിജാത്യം എല്ലാം മകൻ കാത്തുകൊള്ളും. സാമൂതിരി രാജാവ് തീപ്പെട്ടു. തികഞ്ഞ ദുഃഖത്തോടെയാണ് കുഞ്ഞാലി ആ വാർത്ത ശ്രവിച്ചത്. എത്ര ശ്രമിച്ചിട്ടും ആ യുവയോദ്ധാവിന് പിടിച്ചു നിൽക്കുവാൻ കഴിഞ്ഞില്ല. കണ്ണുനീർ തുള്ളികൾ ധാരയായി ഒഴുകി. അകലെ അസ്തമയ സൂര്യൻ വിഷാദം തൂങ്ങി നിൽക്കുന്നു. കാര്യസ്ഥൻ കുഞ്ഞിരാമൻ നായരെ കാര്യങ്ങൾ ഏൽപ്പിച്ച് കുതിരപ്പുറത്ത് കയറി കോഴിക്കോടിനെ ലക്ഷ്യമാക്കി നീങ്ങി. ധാരാളം ജനങ്ങൾ കൊട്ടാരത്തിൽ തടിച്ചുകൂടിയിരിക്കുന്നു. സാമൂതിരി രാജാവിന്റെ സഹായം ലഭിക്കാത്തവർ കോഴിക്കോട് രാജ്യത്ത് ഇല്ല എന്ന് തന്നെ പറയാം. തിരിച്ചു വരുമ്പോഴും വിഷാദം തെല്ലും മാറിയിരുന്നില്ല കുഞ്ഞാലിക്ക്. പുതുതായി ചുമതലയേൽക്കുന്ന രാജാവിനെ കുറിച്ചുള്ള നാട്ടുകാരുടെ വർത്തമാനങ്ങൾ അതത്ര സുഖമുള്ളതായിരുന്നില്ല. രാജാവാകുവാനുള്ള കെൽപ്പൊന്നും അദ്ദേഹത്തിനില്ലത്രേ. രാജ്യം തകർച്ചയിലേക്ക് പോകുമോ? പൊന്നു തമ്പുരാൻ നേരെയായാൽ മതിയായിരുന്നു. എന്റെ പടച്ചോനെ, കാത്തോളനെ, കുഞ്ഞാലി മരക്കാർ മനമുരുകി പ്രാർത്ഥിച്ചു. മാസങ്ങൾ കഴിഞ്ഞു. അന്നും പതിവ് പോലെ കുഞ്ഞാലി സുബഹി നമസ്കാരവും കഴിഞ്ഞ് അഭ്യാസ പ്രകടനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് പുറംകടലിൽ പോർച്ചുഗീസ് കപ്പലുകൾ നങ്കൂരമിട്ടിരിക്കുന്നു എന്ന വിവരം ലഭിക്കുന്നത്. പിന്നെ സമയം ഒട്ടും പാഴാക്കിയില്ല. കപ്പലുകൾക്ക് നേരെ ആക്രമണം അയച്ചുവിട്ടു. നാലുപാടു നിന്നുമുള്ള ആക്രമണം പോർച്ചുഗീസുകാരുടെ നില തെറ്റിച്ചു. പറങ്കികളുടെ രക്തം വീണ് കടൽ ചുവന്നു. അവർ തിരിഞ്ഞോടി. വെള്ളിയാങ്കല്ലിൽ നിന്നുകൊണ്ട് മരക്കാർ സൂക്ഷ്മ നിരീക്ഷണം നടത്തി. അതാ ദൂരെ നിന്നും 2 കപ്പലുകൾ വരുന്നു. പീരങ്കിയുണ്ടകൾ അവയെ ലക്ഷ്യമാക്കി തീതുപ്പി. കപ്പലുകൾ പൊട്ടിത്തകർന്നു. പറങ്കികൾ വീണ്ടും തോൽക്കുകയുണ്ടായി. തോൽക്കുവാനായി ജനിച്ചവർ എന്ന നിലയിലേക്ക് പറങ്കികൾ മാറി. അതോടെ കുഞ്ഞാലി മരക്കാരെ ചതിക്കുവാൻ അവർ തീരുമാനിച്ചു. നാട്ടിൽ കുഞ്ഞാലിയോട് വിരോധമുണ്ടായിരുന്ന നായർ പടയാളികളെ പറങ്കികളുടെ പാതിരിമാർ പോയി കണ്ടു. മരക്കാർ രാജ്യത്തെ പിടിച്ചടക്കുവാൻ ശ്രമിക്കുന്നു, രാജാവിന്റെ ആനയുടെ വാൽ മുറിച്ച് ധിക്കാരം കാണിക്കുന്നു എന്ന് ഒട്ടനവധി കിംവദന്തികൾ അവർ നാട്ടിൽ പ്രചരിപ്പിക്കുവാൻ തുടങ്ങി. ഒറ്റയ്ക്ക് കുഞ്ഞാലിയെ എതിരിടുന്നത് ബുദ്ധിയല്ല എന്ന് അവർ രാജാവിനെ ധരിപ്പിച്ചു. അതോടുകൂടി പോർച്ചുഗീസുകാരോടൊപ്പം രാജാവ് നിന്നു. രാജാവ് കൂടുതലൊന്നും ആലോചിക്കുവാൻ പോയില്ല. പോർച്ചുഗീസ് മേധാവിയായ അൽബറോ ഡി ബ്രാഞ്ചസിനെ കൊട്ടാരത്തിലേക്ക് വിളിപ്പിച്ചു. വാർത്തകൾ അപ്പോൾ
കോട്ടക്കലും എത്തുന്നുണ്ടായിരുന്നു. കുഞ്ഞാലി മരക്കാർ ആകെ വിഷണ്ണനായി കാണപ്പെട്ടു. സാമൂതിരിയെ മുഖം കാണിക്കുവാൻ കുഞ്ഞാലി ആവതും ശ്രമിച്ചു. പക്ഷേ ഒന്നും നടന്നില്ല. അസ്തമയ സൂര്യന് കരുണയുടെ മുഖമായിരുന്നെങ്കിൽ ഉദയസൂര്യന് തീക്ഷ്ണഭാവമായിരുന്നു. ഒടുവിൽ വരും എന്ന് കുഞ്ഞാലി മനസ്സിൽ കരുതിയിരുന്ന ആ ദിനം വന്നെത്തി. കരയിൽ നിന്ന് സാമൂതിരിയുടെ സൈന്യവും കടലിൽ നിന്ന് പോർച്ചുഗീസ് സൈന്യവും ഇരച്ചെത്തുന്നത് കുഞ്ഞാലി കണ്ടു. സാമൂതിരിയുടെ സൈന്യം ഇരിങ്ങൽ പാറയ്ക്ക് ചുറ്റും തമ്പടിച്ചു. ഇരിങ്ങൽ മുതൽ കോട്ടക്കൽ വരെ സൈന്യത്തെ അണിനിരത്തി സാമൂതിരി. ഇരിങ്ങൽ പാറയിൽ നിന്നും സിഗ്നൽ ലഭിച്ചാൽ ആക്രമിക്കണം, അതായിരുന്നു പദ്ധതി. മരക്കാർ ആകെ വിഷമത്തിലായി. പൊന്നു തമ്പുരാനോട് ഏറ്റുമുട്ടണമല്ലോ. അവസാനം ഇരിങ്ങൽ പാറയിൽ നിന്നും സിഗ്നൽ ലഭിച്ചു. സാമൂതിരിയുടെ ഭടന്മാർ ആയുധവുമേന്തി കോട്ടയെ ആക്രമിച്ചു. എന്നാൽ കുഞ്ഞാലി അതേ നാണയത്തിൽ തന്നെ തിരിച്ചടിച്ചു. കടലിൽ നിന്നുള്ള ആക്രമണത്തെയും തന്റെ സൈനികർ അതിശക്തമായി പ്രതിരോധിക്കുന്നത് കുഞ്ഞാലി കണ്ടു. സാമൂതിരിയുടെയും പോർച്ചുഗീസുകാരുടെയും സൈന്യം പിന്തിരിഞ്ഞോടി. വിജയം ആഘോഷിക്കുവാൻ കുഞ്ഞാലിക്ക് മനസ്സ് വന്നില്ല. തന്റെ പൊന്നു തമ്പുരാന്റെ പരാജയം കുഞ്ഞാലിയുടെ മനസ്സിൽ അസ്വസ്ഥത വിടർത്തുന്നുണ്ടായിരുന്നു. ഇനി എന്തായാലും ഉടനെ ഒരു യുദ്ധമുണ്ടാകില്ല. പടയാളികൾക്ക് കുറച്ച് വിശ്രമം ആവശ്യമുണ്ട്. നിർബന്ധപൂർവം അവരെ നാടുകളിലേക്ക് അയച്ചു. പിന്നെ ഉമ്മയുടെ മടിയിൽ പോയി കിടന്നു ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ. സാമൂതിരിയുടെ സൈന്യം തോറ്റെങ്കിലും കുഞ്ഞാലിയുടെ നീക്കങ്ങൾ അവർ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. കുഞ്ഞാലി സൈന്യത്തെ വീടുകളിലേക്ക് അയച്ചിരിക്കുന്നു. ഈ വാർത്ത കേട്ട പാതി കേൾക്കാത്ത പാതി ഇരു സൈന്യവും കോട്ടയെ ലക്ഷ്യമാക്കി നീങ്ങി. അർദ്ധമയക്കത്തിലായിരുന്നു കുഞ്ഞാലി. ആ വാർത്ത കേട്ട അദ്ദേഹം ശരിക്കും നെട്ടിത്തരിച്ചു പോയിരുന്നു. തിരിച്ചാക്രമിക്കാൻ കുറഞ്ഞ സൈനികരെയുള്ളൂ. ആക്രമണം തുടങ്ങി. കുഞ്ഞാലിക്ക് പിടിച്ചു നിൽക്കുവാൻ നന്നേ പ്രയാസപ്പെടേണ്ടി വന്നു. അന്ന് രാത്രി കുഞ്ഞാലി മരക്കാർ ഒരു സ്വപ്നം കണ്ടു. അതിങ്ങനെയായിരുന്നു: താൻ സാമൂതിരിക്ക് മുമ്പാകെ കീഴടങ്ങുന്നു. സാമൂതിരി തന്നെ പിടിച്ച് പോർച്ചുഗീസുകാരെ ഏൽപ്പിക്കുകയും ഗളച്ഛേദം നടത്തുകയും ചെയ്യുന്നു. കുഞ്ഞാലി ഉറക്കത്തിൽ നിന്നും എഴുന്നേറ്റിരുന്നു. ഉമ്മയുടെ മുറിയിൽ വിളക്ക് കത്തിച്ചിരിക്കുന്നു. പതുക്കെ ചെന്ന് നോക്കി. ഉമ്മ നമസ്കരിക്കുകയാണ്. യാ അല്ലാഹ്, ഞങ്ങളെ രക്ഷിക്കണമേ, കുഞ്ഞാലി മനമുരുകി പ്രാർത്ഥിച്ചു. നമസ്കാരത്തിൽ നിന്നും വിരമിച്ച ഉമ്മ കാണുന്നത് വിവശനായി നിൽക്കുന്ന മകനെയായിരുന്നു. ഇത്രയും പരവശനായി കുഞ്ഞാലി മരക്കാരെ ഉമ്മ കണ്ടിട്ടില്ല. താൻ പരവശനാകുവാനുള്ള കാരണം കുഞ്ഞാലി ഉമ്മയ്ക്ക് പറഞ്ഞു കൊടുത്തു. രാജാവ് തന്നെ തെറ്റിദ്ധരിച്ചിരിക്കുന്നു. താൻ പരാജയപ്പെട്ടാൽ പറങ്കി പരിശകൾ രാജ്യം കൊള്ളയടിക്കും. സാമൂതിരി രാജവംശത്തെ അവർ കീഴടക്കും. ഞാൻ കീഴടങ്ങുകയാണുമ്മ. എൻ്റെ രാജാവിൻ്റെ മുൻപിൽ കീഴടങ്ങാൻ ഞാൻ തയ്യാറാണ്. പക്ഷേ പറങ്കികൾ, അവരുടെ മുൻപിൽ ഞാൻ കീഴടങ്ങില്ല. ഇത് ഞാൻ എൻ്റെ ഉമ്മയ്ക്കും പടച്ച റബ്ബിനും നൽകുന്ന സത്യം. ഉമ്മയെ ചേർത്ത് പിടിച്ചുകൊണ്ട് കുഞ്ഞാലി മരക്കാർ സത്യം ചെയ്തു. സാമൂതിരി സൈന്യം ഉപരോധം കൂടുതൽ ശക്തമാക്കി. വീടുകളിൽ പോയിരുന്ന സൈനികർക്ക് തിരിച്ചു വരുവാൻ കഴിയാതിരുന്നതും കോട്ടക്കൽ സാമൂതിരി സൈന്യം ഉപരോധിച്ചതും കാരണം കോട്ടയിൽ ഭക്ഷണ സാധനത്തിന്റെ കുറവുണ്ടായി. തന്റെ കുടുംബത്തെയും അനുയായികളെയും കൊല്ലാതിരിക്കാമെങ്കിൽ കീഴടങ്ങാമെന്ന് കുഞ്ഞാലി സാമൂതിരിയെ അറിയിച്ചു. ദുഷ്ടനായ രാജാവാകട്ടെ പകിടകളിയിൽ ഏർപ്പെട്ടു. സാമൂതിരിക്ക് മുൻപിൽ മാത്രമേ കീഴടങ്ങൂ എന്ന് കുഞ്ഞാലി ഉപാധി വെച്ചു. പിശാച് കോട്ടക്കലിനെ വലയം ചെയ്യുന്നത് കുഞ്ഞാലി മരക്കാർ കണ്ടു. ആദ്യം സ്ത്രീകളും കുട്ടികളും പുറത്തേക്ക് പോയിക്കൊള്ളട്ടെ, പിന്നീട് അനുയായികളുടെ കൂടെ ഞാനും ഇറങ്ങിക്കൊള്ളാം. കുഞ്ഞാലി അത് പറയുമ്പോൾ ഉമ്മയുടെ കണ്ണു നിറഞ്ഞിരുന്നു. തന്റെ പൊന്നുമ്മയെ കുഞ്ഞാലി ഒന്നുകൂടി കെട്ടിപ്പിടിച്ചു. മകന്റെ കഴുത്തിലുണ്ടായിരുന്ന പട്ടുറുമാൽ അവർ എടുത്തു. മോനെ, അവർ നിന്നെ അപായപ്പെടുത്തുവാൻ ശ്രമിക്കുകയാണെങ്കിൽ എനിക്കെന്തെങ്കിലും അടയാളം അയക്കുക. എന്തിനാണ് വിവശനാകുന്നത്? നിന്നെ സൃഷ്ടിച്ച നിന്റെ റബ്ബ് നിന്നെ കാക്കും. ധൈര്യമായിരിക്കും. ഉമ്മയുടെ വാക്കുകൾ കുഞ്ഞാലിയിൽ ധൈര്യം പകർന്നു. കുഞ്ഞാലി ഒരു കറുത്ത ശീല എടുത്ത് നെറ്റിയിൽ കെട്ടി. ഉമ്മ അടക്കമുള്ള മുഴുവൻ പേരോട് പുറത്തേക്ക് പോകുവാൻ പറഞ്ഞു. അവർ നമസ്കാരം നിർവഹിച്ചു. പിന്നെ പുറത്തേക്ക്. സാമൂതിരി തമ്പുരാൻ പുറത്ത് നിൽക്കുന്നത് കുഞ്ഞാലി മരക്കാർ കണ്ടു. തന്റെ ഉടവാൾ അദ്ദേഹത്തിന് സമർപ്പിച്ചു. പെട്ടെന്നാണ് അത് സംഭവിച്ചത്. പോർച്ചുഗീസ് പടത്തലവൻ ഫെർട്ടാഡോ മുമ്പോട്ട് വന്നു. അയാളുടെ കയ്യിൽ വിലങ്ങുണ്ടായിരുന്നു. ഫെർട്ടാഡോ കുഞ്ഞാലിയെ മുറുകെ പിടിച്ചു. ചതി മനസ്സിലാക്കിയ കുഞ്ഞാലി കുതറി മാറുവാൻ ശ്രമിച്ചു. പക്ഷേ കഴിഞ്ഞില്ല. ഫുർട്ടാഡോ കുഞ്ഞാലിയെ വിലങ്ങണിച്ചു.
താൻ കണ്ട സ്വപ്നം യാഥാർത്ഥ്യമാകുന്നത് കുഞ്ഞാലി കണ്ടു. എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുന്നതിന് മുമ്പ് കുഞ്ഞാലിയെയും കൊണ്ട് പോയിക്കൊള്ളുവാൻ സാമൂതിരി ആംഗ്യം കാണിച്ചു. തന്നെ ചതിച്ചു കളഞ്ഞല്ലോ എന്ന രീതിയിൽ കുഞ്ഞാലി സാമൂതിരിയെ നോക്കി. രാജാവ് മുഖം തിരിച്ചു കളഞ്ഞു. പറങ്കിപ്പട കുഞ്ഞാലിയെ വലിച്ചിഴച്ച് കപ്പലിലേക്ക് കൊണ്ടുപോയി. കുഞ്ഞാലിയെ ഗോവയിലെ പറങ്കികളുടെ ജയിലിലേക്കാണ് കൊണ്ടുപോയത്. അവിടെ ക്രൂരമർദ്ദനം തന്നെ കുഞ്ഞാലിക്ക് ഏൽക്കേണ്ടി വന്നു. പ്രാർത്ഥനയിൽ മുഴുകിയ കുഞ്ഞാലി മരക്കാരുടെ അടുത്തേക്ക് പാതിരിമാർ വന്നു. കുഞ്ഞാലിക്ക് അവർ ബൈബിളിൽ നിന്നും ഏതാനും വചനങ്ങൾ വായിച്ചു കേൾപ്പിച്ചു. ക്രിസ്തുമാർഗം സ്വീകരിക്കുവാൻ ആവശ്യപ്പെട്ടു. കുഞ്ഞാലി ചിരിച്ചുകൊണ്ട് പറഞ്ഞു, നിങ്ങൾക്ക് നിങ്ങളുടെ മതം, എനിക്കെന്റെ മതവും. പാതിരിമാർ കുഞ്ഞാലി മരക്കാരെ തികഞ്ഞ ആദരവോടെ നോക്കി. നാളെ വധശിക്ഷയ്ക്ക് വിധിക്കുകയാണെന്ന് പോർച്ചുഗീസുകാർ വന്നു പറഞ്ഞിട്ടും കുഞ്ഞാലിയിൽ ഭാവമാറ്റം ഒന്നും ഉണ്ടായില്ല. അദ്ദേഹം ആ ദിവസം മുഴുവൻ പ്രാർത്ഥനയിൽ മുഴുകി. പുറത്ത് ഒരില പോലും അനങ്ങുന്നുണ്ടായിരുന്നില്ല. ആകാശത്ത് നക്ഷത്രങ്ങളൊക്കെ എവിടെയോ പോയി ഒളിച്ചിരുന്നു. മകന്റെ പട്ടുറുമാലെടുത്ത് അരികിൽ വെച്ചിട്ടാണ് ഉമ്മ ഉറങ്ങാൻ കിടന്നത്. ഒരു തുള്ളി രക്തം ഉറുമാലിൽ വന്ന് വീഴുന്നത് ഉമ്മ സ്വപ്നത്തിൽ കണ്ടു. അവർ നെട്ടി ഉണർന്നു. ഉറുമാലെടുത്ത് നോക്കി. ആ വിഭ്രാന്തിയിൽ അവർ ഉറുമാലിൽ രക്തം കണ്ടു. ഉമ്മയുടെ കണ്ണിൽ നിന്നും 2 തുള്ളി കണ്ണുനീർ താഴേക്കിറ്റ് വീണു. ഗോവയിലെ അരമന മൈതാനം ഒരു ഉത്സവ പ്രതീതിയിലായിരുന്നു. ജനങ്ങൾ തടിച്ചുകൂടി. കുഞ്ഞാലിയെ മൈതാനിയിലേക്ക് കൊണ്ടുവരപ്പെട്ടു. അദ്ദേഹത്തിന്റെ മുഖത്ത് തികഞ്ഞ ശാന്തത അനുഭവപ്പെട്ടു. കുഞ്ഞാലി എല്ലാവരെയും അഭിവാദം ചെയ്തു. ആരാച്ചാർ മയവുമായി കുഞ്ഞാലിക്കരികിലെത്തി. അശോഭനായി നിൽക്കുന്ന കുഞ്ഞാലിയെ കണ്ട് ആരാച്ചാരുടെ കൈകൾ വിറച്ചു. അയാൾ മയവുയർത്തി കുഞ്ഞാലിയുടെ കഴുത്തിനെ ലക്ഷ്യമാക്കി വെട്ടി. വെട്ടേറ്റ് കുഞ്ഞാലി താഴെ വീണ് പൊളഞ്ഞു. കുഞ്ഞാലിയുടെ ചോര വീണ മണ്ണ് ആർത്തിയോടെ നക്കിക്കുടിച്ചു. മയു വീണ്ടും കുഞ്ഞാലിയുടെ ശരീരത്തെ സ്പർശിച്ചു. അവയവങ്ങൾ ഓരോന്നായി വെട്ടിമാറ്റപ്പെട്ടു. ഓരോ ഭാഗവും വിവിധ സ്ഥലങ്ങളിൽ കൊണ്ടുപോയി പ്രദർശിപ്പിക്കുവാൻ ഉത്തരവുണ്ടായി. ഉമ്മ, കുഞ്ഞാലിയുടെ ശബ്ദമല്ലേ ആ കേൾക്കുന്നത്? ഉമ്മ പുറത്തേക്കോടി. പുറത്ത് പാറക്കൂട്ടങ്ങൾ വളഞ്ഞു പൊളിഞ്ഞു നിൽക്കുന്നു. അവ കുഞ്ഞാലിയുടെ ഉമ്മയെ നോക്കി കണ്ണുനീർ വാർത്തു. ഇതോടുകൂടി ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.